ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ എനിക്ക് ഇത്രയും നാളും ഈ ഒരു നിമിഷം വരെ എനിക്ക് കിട്ടിയ എത്ര രൂപയാണ് നമുക്ക് വരുമാനം കിട്ടിയെന്ന് നോക്കാനുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കും കറക്റ്റായിട്ട് അറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല നമുക്ക് ഈ 3 വർഷം കൊണ്ട് കറക്റ്റ് എത്ര രൂപ വരുമാനം കിട്ടുന്നത്. അപ്പോൾ ഇന്നാണ് ഞാനിത് നോക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 3 ചാനലാണുള്ളത്. ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 3 വർഷമായി, രണ്ടാമത്തെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വർഷം, മൂന്നാമത്തെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 1 വർഷമായി. അങ്ങനെയാണ് ചാനലിൻ്റെ കാര്യം. 3 ചാനലിന് നമുക്ക് മോണിറ്റൈസേഷൻ ആയ ചാനലാണ്, വരുമാനം കിട്ടുന്നുണ്ട്. പക്ഷെ എത്ര രൂപയാണ് ഓരോ ചാനലിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതുവരെ ഒന്നും ഞാൻ കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് എത്ര രൂപ കിട്ടി, ഓരോ ചാനലിൽ നിന്നും എത്ര രൂപ കിട്ടിയെന്ന് അറിയാൻ വേണ്ടി. നമുക്കറിയാം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു നിമിഷം തൊട്ടല്ല നമുക്ക് വരുമാനം കിട്ടുന്നത്. പ്രൊമോഷൻ വഴി കിട്ടിയ വരുമാനം, അതേപോലെ അഡ്വർടൈസ്മെന്റ് കിട്ടിയ വരുമാനം, കൊളാബ് കിട്ടിയ വരുമാനം, അതൊന്നല്ല നോക്കുന്നത്. അതല്ലാതെ നമുക്ക് യൂട്യൂബിൽ നിന്ന് മോണിറ്റൈസേഷനായി $100 ആകുമ്പോഴാണ് നമുക്ക് ആദ്യത്തെ വരുമാനം കിട്ടാന്ന് അറിയാലോ. അപ്പം അങ്ങനെ യൂട്യൂബ് നമുക്ക് തന്ന ഇൻകം, റവന്യൂ, അഥവാ യൂട്യൂബിൽ ഡോളറായിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് കിട്ടുന്ന ക്യാഷ് എത്ര രൂപ ഉണ്ടെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നോക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 2 മൊബൈൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മൊബൈലിൽ ഞാൻ കാൽക്കുലേറ്റർ ഓണാക്കി വെച്ചിട്ടുണ്ട്. അതെ, കാൽക്കുലേറ്റർ ഓണാക്കി വെച്ചിട്ടുണ്ട് എത്ര രൂപ കിട്ടിയെന്ന് അറിയാൻ വേണ്ടി. അടുത്ത മൊബൈലിൽ ഞാൻ നമ്മുടെ ചാനലിൻ്റെ YT സ്റ്റുഡിയോ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം എത്ര രൂപ കിട്ടിയെന്ന് ഓരോ ചാനലും. അപ്പം ആദ്യം ഞാൻ നോക്കാൻ പോണത് ഡെൽടെക് ആണ് കേട്ടോ. ഡെൽടെക് ആണ് നമ്മുടെ ആദ്യത്തെ ചാനല്. ഡെൽടെക്കിന് നമുക്ക് ഇതുവരെ എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. അപ്പം അതിൻ്റെ ഫ്രണ്ട് പേജ് ഓൺ ആക്കിയിട്ടുണ്ട്. അതിൽ റവന്യൂ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാണ് വേണ്ടത്. റവന്യൂ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിൽ അപ്പോൾ എസ്റ്റിമേറ്റ് റവന്യൂ എന്ന് പറഞ്ഞിട്ട് 28 ദിവസം നമുക്ക് ഈ തൊട്ട് അടുത്തുള്ള 28 ദിവസം നമുക്ക് കിട്ടിയ ഏർണിങ്സ് കാണിക്കും. അപ്പോൾ അതിൽ ബാക്കോട്ട് പോയിട്ട് ആ എസ്റ്റിമേറ്റ് റവന്യൂ ഒന്ന് ടച്ച് ചെയ്യാം. അപ്പോൾ അതിൽ 90 ദിവസം, 365 ദിവസം, അങ്ങനെ കുറേ കാണിക്കും. ലാസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോയിട്ട് ലൈഫ് ടൈം റവന്യൂ കാണിക്കും. ലൈഫ് ടൈം റവന്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് $421 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്ററിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. 421.53 $421.53 ആണ്. അപ്പം നമുക്കറിയാം $1 എന്ന് പറഞ്ഞാൽ ഏകദേശം 80 രൂപയാണ് കേട്ടോ. 80, 85, 80നും 90നും ഇടയിലുള്ള ഒരു രൂപയാണ് $1 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 84 ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പം 421 × 84 35,408 രൂപ. അപ്പോൾ എനിക്ക് ഡെൽടെക്കിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്, ഇതുവരെ ഡെൽടെക് എന്ന് പറഞ്ഞ ചാനലിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് 35,408 രൂപയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ചാനൽ നോക്കാം. അടുത്ത ചാനല് കിഡു ഫാമിലി എടുക്കാം. കിഡു ഫാമിലി ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 2 വർഷമായി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡോളർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എസ്റ്റിമേറ്റ് റവന്യൂ എടുക്കുക. അതിൽ റവന്യൂ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ ലൈഫ് ടൈം റവന്യൂ എടുക്കുക. ലൈഫ് ടൈം റവന്യൂവിൽ കാണിക്കുന്നത് $431 ആണ് കേട്ടോ. $431.67 ആണ്. അപ്പോൾ ഇതിന് എനിക്ക് കിട്ടിയിട്ടുള്ളത് 35,408 രൂപയാണ് ഡെൽടെക്കിന് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇതിൽ നോക്കാം, അന്ന് മനസ്സിൽ വെക്കാട്ടെ, ഞാൻ മറന്നു പോകും. 35,408 രൂപയാണ് ഡെൽടെക്കിന് കിട്ടിയിട്ടുള്ളത്. അത് 3 വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ചാനലാണ്. ഇനിയിപ്പോൾ കിഡു ഫാമിലിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് 431 നോക്കാം. കാൽക്കുലേറ്റർ പോയി എടുക്കണ്ട്. 431.67 × 84 ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് 36,260 രൂപയാണ് കേട്ടോ. മറ്റേതിന്ന് 35,000, ഇതിൽ നിന്ന് 36,000. ഇപ്പോൾ 35 ഒരു 60, 70,
71,000 രണ്ട് ചാനലിൽ നിന്നും കൂടി എനിക്ക് ഏകദേശം 71,000 ചില്ലറ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ഒരു ചാനലും കൂടി ഉണ്ട്. ആ ചാനല് ഇത് അനിയത്തിയുടെ ഫോണാണ്. ഇതിൽ അതിൻ്റെ മെയിൽ ID ഇല്ല. അപ്പോൾ ഇത് അമ്മയുടെ ഫോണിൽ തന്നെ നോക്കണം. അപ്പം ഞാൻ ഇതിൽ നോക്കാണ് കേട്ടോ. YT സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിൽ നമ്മുടെ പോക്കറ്റ് മണിയാണ് ലാസ്റ്റത്തെ ചാനൽ. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഫോണല്ലാത്ത കാരണം ഇപ്പം എൻ്റെ ഫോണല്ലല്ലോ തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഓരോ ആപ്പും എവിടെയൊക്കെ എടുക്കണമെന്ന് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് ഞാൻ തപ്പിണ്ടിരിക്കണം കേട്ടോ. പോക്കറ്റ് മണിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ലൈഫ് ടൈം റവന്യൂ ആയിട്ട് 148.85 ആണ് കേട്ടോ. അപ്പം നമുക്കതൊന്ന് നോക്കാം. 148.85 $, ഇൻറ്റു 84 രൂപ 12,503 രൂപയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 3 ചാനലിനും കൂടെ കിട്ടിയിട്ടുള്ളത് 84,000 രൂപ. ഏകദേശ കണക്കാണ്. 84,000 അല്ലെങ്കിൽ 85,000 രൂപ. അതിലൊട്ടും കുറയില്ല, കൂടുള്ളൂ. കാരണം ഈ $1 എന്ന് പറയുന്നത് 84 മുതൽ 90 വരെ വരും. നമ്മൾ 84 ഇട്ടിട്ടാണ് ഗുണിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 90,000 രൂപയുടെ അടുത്ത് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഈ യൂട്യൂബ് ഡോളറായിട്ട് നമുക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, നമുക്ക് പ്രൊമോഷൻ വീഡിയോസ് വഴി, അതേപോലെ കൊളാബ് വഴി, അതേപോലെ നമ്മൾ ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ് വഴിയൊക്കെ നമുക്ക് യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഡോളറായിട്ട് യൂട്യൂബ് എനിക്ക് തന്നിട്ടുള്ള ക്യാഷാണ് 1,00,000-അടുത്താണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ കണ്ടറിയാം, അത്ര വലിയ ചാനലൊന്നുമല്ല. ഒരുപാട് നമ്മൾ എല്ലാ ദിവസവും ഡെയിലി നല്ല രീതിയിൽ വീഡിയോസ് ഇടുന്ന ചാനലല്ല. ഒരു ദിവസം ഒരു ഡെയിലി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ ഡെയിലി ഇടുന്നില്ല. ഒരു ദിവസം ഒരു 5-10 മിനിറ്റ് മാത്രമാണ് നമ്മൾ ഈ ചാനലിന് വേണ്ടി മാറ്റി വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ചെറിയ ക്ലാസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.